കണി കണ്ടുണർന്ന് മലയാളികളൊക്കെ കൈനീട്ടവും വാങ്ങി വിഷു ആഘോഷത്തിലാണ്. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി 9 മണി വാർത്ത തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. വിഷുദിനത്തിൽ അതിരപ്പിള്ളിയിൽ നിന്ന് സങ്കട വാർത്ത. കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു. അടിച്ചിൽ തൊടി ഉന്നതിയിലെ സെബാസ്റ്റ്യൻ മരിച്ചത് തേൻ ശേഖരിച്ചു മടങ്ങുന്നതിനിടെ. കണി കണ്ടുണർന്ന് കൈനീട്ടം വാങ്ങി മലയാളികൾ. വിഷു ആഘോഷത്തിൽ നാട്. ശബരിമലയിലും ഗുരുവായൂരിലും വിഷുക്കണി ദർശനത്തിന് വൻ ഭക്തജനത്തിരക്ക്. വഖഫ് നിയമത്തിനെതിരായ പ്രക്ഷോഭം രൂക്ഷമായ ബംഗാളിൽ അതീവ ജാഗ്രത. സംഘർഷ മേഖലകളിൽ സൈനിക പ്രത്യേകാധികാര നിയമം ഏർപ്പെടുത്തണമെന്ന് ബി.ജെ.പി. തൃണമൂൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. വഖഫ് നിയമത്തിനെതിരെ നടൻ വിജയ് കോടതിയിൽ. യു.ഡി.എഫിൽ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ലെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. അഭിപ്രായ പ്രകടനം നിലമ്പൂരിലെ ലീഗ് കൺവെൻഷനിൽ. നിലമ്പൂർ യു.ഡി.എഫ് പിടിച്ചെടുക്കുമെന്ന് ആവർത്തിച്ച് പി.വി. അൻവർ. കള്ളക്കടൽ പ്രതിഭാസം മൂലം തിരുവനന്തപുരം തീരത്ത് കടലാക്രമണത്തിന് സാധ്യത. ഉയർന്ന തിരമാലകൾ ഉണ്ടാകുമെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കാപ്പിൽ മുതൽ പൂവാർ വരെ ജാഗ്രതാ നിർദ്ദേശം. പ്രധാനമന്ത്രിയെയും ആർഎസ്എസിനെയും അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവ് കനയ്യകുമാറിനെതിരെ കേസ്. നടപടി ബി.ജെ.പിയുടെ പരാതിയിൽ. പരാതി നൽകിയത് ബി.ജെ.പി ബീഹാർ മാധ്യമ വിഭാഗം തലവൻ ഡാനിഷ് ഇക്ബാൽ. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. തൃശൂർ മലക്കപ്പാറ അടിച്ചിൽ തോട്ടിയിൽ കാട്ടാന ആക്രമണത്തിലാണ് യുവാവ് കൊല്ലപ്പെട്ടത്. അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ തമ്പാന്റെ മകൻ സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെട്ടത്. തേൻ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെയായിരുന്നു ആക്രമണം. ഇന്നലെ നടന്നാണ്. തേനെടുക്കാൻ പോയ സമയത്താണ് ഒരു 3 പേര് രാത്രി ഓരോ 9:15 സമയമൊക്കെയാണ് ഇത് സംഭവം. കോളനി തൊട്ടടുത്താണ്. ഇവരെതിരെ രാത്രി തേനെടുക്കാൻ പോയി. ആദിവാസികൾ ഇപ്പൊ തേനിന് ശേഷമാണ്. അതുകൊണ്ട് എല്ലാ ആദിവാസികളും ഇങ്ങനെ തേനെടുക്കാൻ പോകും. ഇങ്ങനെ വഴിയിൽ വെച്ച് ആന തട്ടി. പിന്നീട് ആനയിനെ ഒച്ച കേട്ടപ്പോൾ കോളനിക്കാർ എല്ലാവരും പോയി. രാത്രി ചവിട്ടി തിരുമ്പി കാല് എല്ലുന്നൊക്കെ പൊട്ടി. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഈ വിഷുദിനത്തിൽ നമ്മളൊക്കെ ആഘോഷത്തിൻ്റെയൊക്കെ വാർത്തകൾ പറയുമ്പോഴാണ് വീണ്ടും അതിരപ്പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഒരു ദുരന്ത വാർത്ത വരുന്നത്. എപ്പോഴായിരുന്നു സംഭവം? ഈ മേഖല, ഈ അപകടത്തിൽപ്പെട്ട മേഖല ഒരു ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവുന്ന സ്ഥലമാണോ? ശ്രീജ, ഇന്നലെയാണ് അപകടം സംഭവിക്കുന്നത്. ഇതിൽ പലതവണ ഈ അതിരപ്പള്ളി വനമേഖലയിലടക്കം കാട്ടാന ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പലപ്പോഴും പല ദൗർഭാഗ്യകരമായ സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് ഒടുവിലത്തെ ഒരു സംഭവം എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന 20-കാരനായ യുവാവിൻ്റെ മരണം. അതിൽ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം ഈ വനവിഭവങ്ങൾ തേൻ ശേഖരിക്കുന്നതിന് വേണ്ടി മലക്കപ്പാറ ഉന്നതി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ആദിവാസി കോളനിയിലാണ് സെബാസ്റ്റ്യൻ കുടുംബവും എല്ലാം തന്നെ ഉള്ളത്. അവിടെ നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പമാണ് വനത്തിലേക്ക് നീങ്ങിയത്. അതിനിടയിൽ കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു. മറ്റ് 2 സുഹൃത്തുക്കളുണ്ടായിരുന്നത് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ സെബാസ്റ്റ്യൻ ഓടി മാറാനായിട്ട് സാധിച്ചില്ല. തുമ്പിക്കൈ അടിയേറ്റ സെബാസ്റ്റ്യൻ തൽക്ഷണം മരിക്കുകയായിരുന്നു. മൃതദേഹം ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ്. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് ഏതാണ്ട് ഉച്ചയോടുകൂടി വിട്ടുകൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുകയും ചെയ്യും. എന്തായാലും ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് അതിരപ്പള്ളി മേഖലയിലേക്ക് വരുമ്പോൾ കൂടുതലാണ്. ഏതായാലും വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാടിനകത്തേക്കാണ് പോയത്. ഇവിടെ വെച്ചാണ് കാട്ടാന ശല്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് ജിമ്മി എന്ന് പറയുന്ന ഒരാൾക്ക് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ
വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടാനായിട്ട് ഇയാൾക്ക് സാധിക്കുകയും ചെയ്തു. പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് അടക്കം ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവരികയും എല്ലാം തന്നെ ചെയ്തു. പറയുന്നത് ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്തും എല്ലാം തന്നെയും കാട്ടാന ആക്രമണം പതിവാകുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇവിടെയെല്ലാം തന്നെ ജനവാസ മേഖലയിൽ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം ശക്തമായി തുടരുകയാണ്. ഏതായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വനമേഖലയിലാണ്. പൂർണ്ണമായും തന്നെ മലക്കപ്പാറ വനമേഖലയിലാണ്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയവരാണ് ഇങ്ങനെ കാട്ടാനയുടെ മുന്നിൽപ്പെടുന്നത്. സെബാസ്റ്റ്യൻ എന്ന 20-കാരനായ യുവാവാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ശ്രീജ. ടാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. അതിരപ്പള്ളിയിലാണ് യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തിരുവല്ലയിൽ നിന്നും ഒരു അത്ര സന്തോഷകരമല്ലാത്ത ഒരു വാർത്ത വരുന്നുണ്ട്. തിരുവല്ലയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശിയായ മനോജാണ് മരിച്ചത്. സംഭവത്തിൽ ബന്ധുവും അയൽവാസിയുമായ രാജനെ പോലീസ് പിടികൂടി. ശശിനാരായണൻ വിവരങ്ങളുമായി. ശശി, ഇവർ ബന്ധുക്കളാണ്, പരിചയക്കാരാണ്, അയൽവാസികളാണ്. എന്താണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ച പ്രകോപനം? ശ്രീജ, ഇന്നലെ രാത്രിയിലാണ് ഇത്ര ഒരു കൊലപാതകം നടക്കുന്നത്. തിരുവല്ല ഈസ്റ്റ് ഓതറ സ്വദേശി 34 വയസ്സുള്ള മനോജാണ് മരിച്ചത്. അയൽവാസിയും ബന്ധുവുമായ രാജനാണ് ഇയാളെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഇരുവരും ബന്ധുക്കളും ഒപ്പം പരിചയമുള്ളവരൊക്കെയാണ്. പക്ഷേ ഇതിന് കാരണമായി പോലീസ് പറയുന്നത് ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച പണം, അതായത് രാജൻ അനുവദിച്ച പണം മനോജിന്റെ മകൻ കൈക്കലാക്കി, അതായത് തട്ടിയെടുത്തു എന്നുള്ള ഒരു വിരോധമാണ്, മുൻ വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് തിരുവല്ല പോലീസ് പറയുന്നത്. എന്തായാലും നേരത്തെയും ഇത് സംബന്ധിച്ച് പല തർക്കങ്ങളും തമ്മിൽ അയൽവാസികളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു പറഞ്ഞു. എന്തായാലും ഇന്നലെ രാത്രിയിലാണ് 11 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ വാക്കേറ്റം ഉണ്ടായി, പിന്നീട് ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായി. പിന്നീടാണ് മനോജിനെ അയൽവാസിയും ബന്ധുവുമായ രാജൻ കുത്തിക്കൊലപ്പെടുന്നത്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ഉണ്ടായ പ്രകോപനമാണ് പത്തനംതിട്ടയിൽ യുവാവ് കുത്തേറ്റ് മരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. തിരുവല്ല ഓതറ സ്വദേശി മനോജാണ് മരിച്ചത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്നും സമാനമായൊരു വാർത്ത വരുന്നു. പെരിന്തൽമണ്ണ ആലിപ്പറമ്പിൽ യുവാവിനെ കുത്തിക്കൊന്നു. പുത്തൻ വീട്ടിൽ സുരേഷ് ബാബുവാണ് കൊല്ലപ്പെട്ടത്. ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഈ വിഷു ദിവസം രാവിലെ ഇതിപ്പോൾ സമാനമായ രണ്ടാമത്തെ വാർത്തയാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നത്. എന്താണ് പോലീസ് നമുക്ക് നൽകുന്ന സൂചനകൾ? ശ്രീജ, ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. സുരേഷ് ബാബുവും സത്യനാരായണനും അയൽവാസികളാണ്. ഇവർ തമ്മിൽ മുൻപും പലവട്ടം വാക്കുതർക്കവും മറ്റ് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ വാക്കുതർക്കം ഇന്നലെ അത് കയ്യാങ്കളിയിലും തുടർന്ന് കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു. അയൽവാസിയായ സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റും മറ്റ് നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. സത്യനാരായണനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് പോലീസ് പറയുന്നത്. ആലിപ്പറമ്പ് പുത്തൻ വീട്ടിൽ സുരേഷ് ബാബുവിനെയാണ് പെരിന്തൽമണ്ണയിൽ കുത്തിക്കൊന്നത്. അയൽവാസിയും ബന്ധുവും ആയ ആളാണ് ഈ കൊലപാതകം നടത്തിയത്. അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. ഇനി അടുത്ത വാർത്ത, വഖഫ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷം നടക്കുകയാണ് പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ അതീവ ജാഗ്രത തുടരുന്നു. സംഭവത്തിൽ BJPയും തൃണമൂലും തമ്മിൽ രാഷ്ട്രീയ പോര് മുറുകുകയാണ്. സംഘർഷബാധിത മേഖലകളിൽ അഫ്സ്പ ഏർപ്പെടുത്തണമെന്നാണ് BJPയുടെ ആവശ്യം. സംഘർഷം തടയുന്നതിൽ ആദ്യ ദിവസങ്ങളിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായില്ല എന്ന വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസ് MLA രംഗത്ത് വന്നു. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, വഖഫ് പ്രതിഷേധം വലിയ രാഷ്ട്രീയ സംഘർഷത്തിലേക്ക്, അവിടെ ആളുകൾക്കിടയിൽ സംഘർഷമുണ്ട്, അതിനു പുറമെ രാഷ്ട്രീയ പോരിലേക്ക് കൂടി പോവുകയാണ്. നിലവിൽ എന്താണ് ബംഗാളിലെ അവസ്ഥ? കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികളെ വിലയിരുത്തുന്നത്? ശ്രീജ, ബംഗാളിൽ പുതിയ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ അതീവ ജാഗ്രത ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ BSF അവിടെ എത്തിയിരുന്നു. അതിന് പിന്നാലെ കോടതി ഉത്തരവിന് പിന്നാലെ കൂടുതൽ കേന്ദ്രസേന അവിടെ വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിലവിൽ പുതിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പക്ഷേ എല്ലാ മേഖലകളും, പ്രത്യേകിച്ച് മുർഷിദാബാദ് ജില്ലയിലാണ് ഈ സംഘർഷം കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ കേന്ദ്രസേനയും പോലീസിന്റെയും വിന്യാസം തുടരുകയാണ്. അതേസമയം തന്നെ വലിയ രാഷ്ട്രീയ വിവാദമായി ഈ വിഷയം മാറുകയാണ്. പ്രത്യേകിച്ച് അടുത്ത വർഷം അവിടെ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്
നടക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നു. പ്രത്യേകിച്ച് BJP ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. BJP MP തന്നെയാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഈ പ്രശ്നബാധിത ജില്ലകളിൽ സൈന്യത്തിന് പ്രത്യേക അധികാരം നൽകുന്ന അഫ്സ്പ ചുമത്തണം എന്ന ആവശ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. മുർഷിദാബാദ്, മാൽദ, നാദിയ, 24 സൗത്ത് പർഗാനസ് എന്നീ ജില്ലകളിൽ അഫ്സ്പ ചുമത്തണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം അവിടെ സംസ്ഥാന സർക്കാർ പ്രധാനമായും ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. അതിന് മറുപടിയുമായി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് അതിർത്തിക്ക് പുറത്തുനിന്ന ആളുകളാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളത്, ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിന് ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ, അതായത് BJPയുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം BSFലെ ഒരു വിഭാഗം കൂടി ഇവർക്ക് പിന്തുണ നൽകിയിട്ടുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നാണ് തൃണമൂൽ ആരോപിക്കുകയും ചെയ്തത്. അങ്ങനെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോര് മുറുകുന്നു. അതിനിടയിൽ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് MLAയുടെ ഭാഗത്തു നിന്നുകൂടിയുള്ള വിമർശനം പോലീസിനെതിരെ വന്നിരിക്കുന്നത്. കാരണം തന്റെ വീട് ആക്രമിക്കപ്പെട്ടു. ആദ്യ ദിവസങ്ങളിൽ വീടിന് നേരെ കല്ലേറുണ്ടായി, CCTV ക്യാമറകളടക്കം തകർത്തു. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടായില്ല. പോലീസ് നിഷ്ക്രിയമായിരുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് MLA ആയ ഫറാഖ് മുനീറുള്ളാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ക്ഷീണമാണ്. കാരണം ഭരിക്കുന്ന പാർട്ടി തന്നെ പോലീസ് ഈ പ്രശ്നങ്ങൾ ഇടപെടുന്നതിൽ അല്ലെങ്കിൽ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ കാര്യമായി ഇടപെട്ടില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ചാനൽ അഭിമുഖത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും RSSനെയും അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാവ് കനയ്യകുമാറിനെതിരെ കേസെടുത്തു. BJPയുടെ പരാതിയിലാണ് നടപടി. ബീഹാറിലെ BJP മാധ്യമ വിഭാഗം തലവൻ ഡാനിഷ് ഇക്ബാലാണ് പരാതിക്കാരൻ. 18 ദിവസത്തെ NIA കസ്റ്റഡിയിൽ കഴിയുന്ന മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണ തനിക്ക് ഖുറാനും പേപ്പറും പേനയും വേണമെന്ന ആവശ്യം 3 നൽകിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. റാണയുടെ ശബ്ദ സാമ്പിൾ ശേഖരിക്കാനുള്ള നടപടികളിലേക്കും NIA കടന്നു. ശബ്ദ സാമ്പിൾ നൽകാൻ റാണെ സമ്മതിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കും. ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ അനുമതി ലഭിച്ചാൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി എക്സ്പെർട്ട് NIA ആസ്ഥാനത്തെത്തി ശബ്ദരഹിത മുറിയിൽ വെച്ച് സാമ്പിൾ ശേഖരിക്കും. ഇനി വിഷു വിശേഷങ്ങളിലേക്ക്. മലയാളികൾ കണി കണ്ടുണർന്ന സന്തോഷ വിഷുപ്പുലരിയിൽ എല്ലാ മലയാളികൾക്കും ന്യൂസ് 18 കേരളത്തിന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. കൃഷിയിൽ നിന്നൊക്കെ നമ്മൾ കുറച്ചൊക്കെ അകന്നെങ്കിലും കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളിൽ, പ്രതീക്ഷകളിൽ ഇന്നും മലയാളികൾ കാർഷികോൽപ്പന്നങ്ങളും കൊന്നപ്പൂവും ഒക്കെ കണി കണ്ട് ഉണരുന്ന ദിവസം കൂടിയാണ് വിഷു. ഉണ്ണി ഉറക്കമുണർന്നോളൂ, കണ്ണു തുറക്കാതെ വന്നോളൂ. ഉണ്ണി ഉറക്കമുണർന്നോളൂ, കണ്ണു തുറക്കാതെ വന്നോളൂ. ശരി, ഇനി കണ്ണു തുറന്നോളൂ, ഇരുകൈയും കൂപ്പി തൊഴുതോളൂ. വിഷുവ വന്നാൽ തുല്യമായത് എന്നർത്ഥം. സൂര്യൻ രാത്രിയും പകലും തുല്യമായി വീതിക്കുന്ന ദിവസം. മേടം 1 ഐശ്വര്യത്തിനായി മലയാളികൾ കണി കാണുന്ന ദിനം വിഷു. വിളഞ്ഞ കാർഷിക വിളകളെ വീടിന്റെയും നാടിന്റെയും സമൃദ്ധിയുടെ അടയാളമാക്കുന്ന കാർഷിക സംസ്കൃതിയുടെ നിറവാർന്ന ആഘോഷം. വിഷുക്കണിയാവുന്നത് ഐശ്വര്യമഞ്ഞയിൽ നിറയുന്ന കർണികാരവും കാർഷിക വിളകൾ. വധുവിനെയൊരുക്കാനെടുക്കുന്ന മഞ്ഞൾ നിറത്തിൽ നിറയ്ക്കുന്ന ശൃംഗാരവർണ്ണം, കടക്കണ്ണെറിഞ്ഞാൽ പിടിച്ചിങ്ങെടുക്കാൻ തരിക്കുന്ന വ്യാമോഹ താരുണ്യവർണ്ണം, കല്യാണമന്ത്രം പൊഴിക്കുന്ന വർണ്ണം, കളകളം പാടിക്കുണുങ്ങുന്ന വർണ്ണം. പ്രകൃതിയുടെ ഉത്സവമാണ് വിഷു. വേനലിനോടുള്ള പ്രതിരോധം കൂടിയാണ്. കടുത്ത ചൂടിൽ വിരിയുന്ന കൊന്നപ്പൂവും വേനലിൽ വിളയുന്ന മാമ്പഴവും ചക്കയും കണിവെള്ളരിയും. കുന്നായ കുന്നിന്മേൽ കൊന്ന മരത്തിന്മേൽ പൊന്നിൻ പൂത്താലി ചാർത്തിയതാരേ,
ഞാനല്ല നീയല്ല കർക്കടകക്കാറല്ല. ഗുരുവായൂരും ശബരിമലയും അടക്കം പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വിഷുക്കണി കാണാനെത്തുന്ന ഭക്തർ. വിഷുക്കൈനീട്ടവും പടക്കം പൊട്ടിക്കലും വിഷുസദ്യയുമായി മനസ്സു നിറഞ്ഞ് കുട്ടികൾ. ബന്ധുക്കളും കൂട്ടുകാരും ഒത്തുചേർന്ന് ഒരുമയുടെ സന്തോഷം നിറയുന്ന ദിനം. ഒരു വത്സരത്തിൻ്റെ കൈനീട്ടം ഒരു നാളിലിനി വരാം എന്ന് പറഞ്ഞ് പോകും. വിവിധതരം ചിത്രങ്ങളും വീഡിയോയും കണി കാണും നേരം തുടങ്ങി പാട്ടുകളും നിറയുന്ന സമൂഹ മാധ്യമ വിഷു ആശംസകളുടെ പുതിയ കാലത്തും വിഷുവിൽ മലയാളി ഓർക്കുന്ന വൈലോപ്പള്ളി കവിതയിലെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. നല്ലോണം നല്ലോണം കണ്ടോളൂ, നല്ലതു തന്നെ വരുമല്ലോ. നല്ലോണം നല്ലോണം കണ്ടോളൂ, നല്ലതു തന്നെ വരുമല്ലോ. കൺമിഴിച്ചിങ്ങനെ നിന്നാലോ കുഞ്ഞിക്കൈ ഇങ്ങോട്ടു കാണട്ടെ. അമ്മ ഈ കയ്യിൽ ഒരുമ്മ വയ്ക്കാം, പിന്നൊരു തൂവെള്ളി തൊട്ടു വയ്ക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വിഷുക്കണി കണ്ടുണർന്നും വിഷു കൈനീട്ടം നൽകിയും നാടെങ്ങും വിഷു ആഘോഷത്തിലാണ്. കാർഷിക സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും കൂടി ആഘോഷമാണ് മലയാളിക്ക് വിഷു. വിഷുപുലരിയിൽ ഗുരുവായൂർ, ശബരിമല ഉൾപ്പെടെ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു ഗുരുവായൂരിൽ വിഷുക്കണി ദർശനം. ശബരിമലയിൽ പുലർച്ചെ 4 മണിക്കാണ് നട തുറന്നത്. 7 മണിവരെയായിരുന്നു വിഷുക്കണി ദർശനം. തീർത്ഥാടകർക്ക് തന്ത്രിയും മേൽശാന്തിയും കൈനീട്ടം നൽകി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, കൊട്ടാരക്കര കുലശേഖരനെല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങി സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും വലിയ തിരക്കാണ് വിഷു ദിവസം അനുഭവപ്പെടുന്നത്. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മേടപ്പുലരിയിൽ വിഷുക്കണി ദർശനത്തിനും വിഷു കൈനീട്ടം വാങ്ങുന്നതിനും വേണ്ടി എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ്. ഇവിടെ പുലർച്ചെ 3 മണിക്കാണ് നട തുറന്നത്. അതിനുശേഷം പിന്നീട് 5:30-ക്കും നട തുറന്നു. പിന്നീട് 8:30-ക്കാണ് നട തുറന്നത്. ഈ 3 സമയത്തും വലിയ ഭക്തജന തിരക്കാണ്. സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഉൾപ്പെടെ നിരവധി ആളുകളാണ് വിഷുക്കണി ദർശനത്തിന് വേണ്ടി വിഷു കൈനീട്ടം വാങ്ങുന്നതിനൊക്കെ വേണ്ടി ഇവിടേക്ക് എത്തിയത്. എന്നോടൊപ്പം ഇവിടേക്ക് എത്തിയ മറ്റ് ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയ ചില യുവതികൾ ചേരുന്നത്. എവിടെ സ്ഥലം? മലപ്പുറം. ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത്? ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വിഷു ആഘോഷിക്കുന്നത്. എങ്ങനെയുണ്ട്? മലപ്പുറത്തേക്കാളും പൊതുവായ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. എവിടുന്നാ? മലപ്പുറം. രണ്ടുപേരും മലപ്പുറമാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ വിഷു? നല്ലതാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ആഘോഷം? നല്ല രസമുണ്ട്. ഈ ക്ഷേത്രത്തിലെത്തുന്ന ആദ്യമായിട്ടാണോ വിഷുക്കണി? ഞാൻ നേരത്തെ വിഷുവിന് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഇവിടെ കേറാൻ പറ്റുമെന്ന് വിചാരിച്ചത്, നല്ല തിരക്കെന്നാ വിചാരിച്ചത്. ഇപ്പൊ കുറച്ച് തിരക്ക് കുറവുണ്ട്. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ദർശനം കഴിഞ്ഞു? കഴിഞ്ഞു. ദർശനമൊക്കെ കഴിഞ്ഞു. എല്ലാ വർഷവും വരാറുണ്ടോ ഇവിടെ? വരാറുണ്ട്. വിഷു കൈനീട്ടം വേണ്ട. ഇപ്പൊ ഇവിടുന്ന് കിട്ടി, വീട്ടിൽ നിന്നും കിട്ടി. അങ്ങനെ സീരിയലാണ് അല്ലേ? സീരിയലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു വർഷം ഒരുപാട് പ്രതീക്ഷയോടെയാണ്. അതെ, തീർച്ചയായിട്ടും. എല്ലാ വർഷവും വരാറുണ്ട്? എല്ലാ വർഷവും വരാറില്ല. എന്റെ സ്വന്തം സ്ഥലം കൊല്ലമാണ്. അപ്പൊ അവിടെ കൃഷ്ണൻകോവിലുണ്ട്, അവിടെ പോവാറുണ്ട്. പിന്നെ ഇവിടെ ഇപ്പൊ ട്രിവാൻഡ്രത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത ശേഷം ഇവിടെ വരാറുണ്ട്. ഇവിടെ വരും. എല്ലാ ആശംസകളും. ഓക്കെ, ഹാപ്പി വിഷു. അപ്പോൾ വലിയ ഭക്തജന തിരക്കാണ് സമാനമായി തിരുവനന്തപുരത്തെ മറ്റ് ക്ഷേത്രങ്ങളിലും അനുഭവപ്പെടുന്നത്. പുലർച്ചെ മുതൽ തന്നെ വിഷുക്കണി ദർശനത്തിന് വേണ്ടി അടക്കം നിരവധി ആളുകൾ ഓരോ ക്ഷേത്രത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐതിഹ്യങ്ങളിലും പ്രതീകങ്ങളിലുമൊക്കെ പൈതൃകമായി നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം, വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമാണ് വിഷു. അത് അങ്ങനെ തന്നെ ആകണം എന്ന ആഗ്രഹത്തോടെയാണ് ഓരോ ഭക്തരും ഇവിടേക്ക് വിഷുക്കണി ദർശനത്തിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നതും. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വിഷുദിനത്തിൽ ശബരിമല സന്നിധാനത്ത് അയ്യപ്പന്റെ ചിത്രം പതിച്ച സ്വർണ്ണ ലോക്കറ്റ് പുറത്തിറക്കി. വിതരണോദ്ഘാടനം ഭക്തന് ലോക്കറ്റ് നൽകി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. 2 ഗ്രാം, 4 ഗ്രാം, 8 ഗ്രാം ലോക്കറ്റുകളാണ് ഓൺലൈൻ ബുക്കിംഗിലൂടെ വിതരണം ചെയ്യുന്നത്. ഈ വർഷം ഓണത്തിന് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്തരുടെ ആഗോള സംഗമം പമ്പയിൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു.
തെക്കൻ കേരളത്തിൽ പ്രധാനപ്പെട്ട ശ്രീക്ഷേത്രങ്ങളിലൊന്നായ കൊട്ടാരക്കര കുലശേഖരനെല്ലൂർ ക്ഷേത്രത്തിലും വിഷുക്കണി ഒരുക്കി വിപുലമായ വിഷു ആഘോഷങ്ങളും ക്ഷേത്രത്തിൽ നടന്നു. വിപുലമായിട്ടുള്ള ആഘോഷങ്ങളാണ് വിഷുനാളിൽ ക്ഷേത്രങ്ങളിലെല്ലാം ഒരുക്കിയിരിക്കുന്നത്. നമ്മളുള്ളത് കൊല്ലം കൊട്ടാരക്കര കുലശേഖരനെല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടെയും വിഷുക്കണി ഒരുക്കിയിരിക്കുന്നു. നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രസിഡന്റ്, എങ്ങനെയൊക്കെയുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ശരിക്കും നമ്മൾ ഒരുക്കിയത്? ഇപ്പോൾ നമ്മൾ 6:30 ഉഷപൂജയുണ്ട്. രാവിലെ വിഷുക്കണി കഴിഞ്ഞു, വിഷു കൈനീട്ടവും കൊടുത്തു. ഇനിയിപ്പോൾ 6:30 ഉഷപൂജ, അത് കഴിഞ്ഞ് നാരായണീയം ഉണ്ട് 8 മണി തൊട്ട്. പിന്നെ വൈകിട്ട് 10:30 തൊട്ട്, രാവിലെ 10:30 തൊട്ട് മഹാ അന്നദാനം. പിന്നെ വൈകിട്ട് 5 മണി മുതൽ തിരുവാതിര ഉണ്ടായിരിക്കുന്നു. ഉപദേശക സമിതി സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഭക്തർക്ക് എത്രത്തോളം ക്രമീകരണങ്ങളൊക്കെയാണ്? അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ രാവിലെ അമ്പലം തുറന്ന് 5 മണി മുതൽ നല്ല തിരക്കുണ്ട്. ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അത് മിക്കവാറും ഉച്ചയ്ക്ക് വരെയും, ഉച്ചയ്ക്ക് അന്നദാനം കഴിയുന്നവരെയും ഈ തിരക്ക് കാണും. ഇന്ന് വൈകുന്നേരത്തും അത് മഹത്തായ രീതിയിൽ ഒരുപാട് കൂട്ടം കറികളും അതിലേറെ പായസമൊക്കെ ആയിട്ട് വളരെ ഗംഭീരമായൊരു വിഷു സദ്യ ഒരുക്കിയിരിക്കുന്നു. എന്തുകൊണ്ടും ക്ഷേത്രത്തിൻ്റെ നല്ലൊരു കാലഘട്ടമായിട്ടാണ് ഈ കമ്മിറ്റിയുടെ ഈ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ ഉന്നതിയിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊട്ടാരക്കര കുലശേഖരനെല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വളരെ നല്ല രീതിയിലുള്ള വിഷു ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ രാവിലെ ഉഷപൂജ കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നുകൊണ്ട് വരുന്നു. അതിവിപുലമായ ആഘോഷങ്ങൾ തന്നെയാണ്, ക്രമീകരണങ്ങൾ തന്നെയാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 5 മണിക്കായിരുന്നു വിഷുക്കണി ദർശനം ഉണ്ടായിരുന്നത്. പിന്നീട് വിഷുക്കൈ നീട്ടം കൊടുത്തു. അതിനുശേഷം നാരായണീയം ഉണ്ട്. തുടർന്നുള്ള വിശേഷാൽ പൂജകൾക്ക് ശേഷം മഹാ അന്നദാനം നടക്കുന്നുണ്ട്. 11 മണിയോട് കൂടിയാണ് അന്നദാനം നടക്കുന്നത്. വിഷു സദ്യ എന്ന് തന്നെയാണ് അത് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഏകദേശം വൈകുന്നേരത്ത് നടക്കുന്ന ദീപാരാധനയോടുകൂടി ഈ മഹോത്സവം, വിഷു മഹോത്സവം സമാപിക്കുന്നതായിരിക്കും. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. ഇനി വിഷുവിൻ്റെ കാഴ്ചകൾ നമ്മളൊക്കെ കണ്ടു. ഈ വിഷുവിനെ പറ്റി എഴുതി വച്ചിരിക്കുന്നത് എപ്പോഴും വിഷുവിനെ പറ്റിയുള്ള എല്ലാ ഗൃഹാതുരത്വവും ഉണർത്തുന്ന തരത്തിലാണ് നമ്മുടെ കവികൾ എപ്പോഴും എഴുതാറുള്ളത്. അങ്ങനെ എഴുതി കൊതിപ്പിച്ചിട്ടുള്ള കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. അദ്ദേഹത്തിൻ്റെ വിത്തും കൈക്കോട്ടും എന്ന കവിത വിഷുവും കാർഷിക സമൃദ്ധിയും പ്രകൃതിയും തമ്മിലുള്ള മനോഹരമായ സമ്മേളനത്തിൻ്റെ ചിത്രമാണ്. കോഴിക്കൂകും വരയ്ക്കുമുറങ്ങാതാഴിമെത്തയിൽ വീണുരുളുമ്പോൾ കാന്തശൈല നിരകളിൽ പൊന്തി ശാന്ത മലച്ചലച്ചേന്തി മങ്ങും നീരതച്ചാർത്തിൽ മയങ്ങി മന്ദിരം തോറും കേറിയിറങ്ങി തോട്ടത്തിൻ തണൽ ചില്ലയിൽ തങ്ങി ആറ്റിൽ നീന്തുന്ന കാറ്റിലിണങ്ങി മേജക ഭൃഗുഭൂവിൽ വിരിഞ്ഞു മേഷസംക്രമ പൊൻവെയിൽ നാളം. മേജക ഭൃഗുഭൂവിൽ വിരിഞ്ഞു മേഷസംക്രമ പൊൻവെയിൽ നാളം. വിഷുവിന് ഓരോ മേഖലയിലും ഓരോ ആചാരങ്ങളൊക്കെ ഉണ്ടാകും. തൃശ്ശൂർ മേഖലയിൽ മാത്രം വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭവമാണ് വിഷുക്കട്ട. അരിയും നാളികേരപ്പാലും എല്ലാം ചേർത്തുണ്ടാക്കുന്ന ഈ പലഹാരം വിഷു ദിവസം തൃശ്ശൂരിന്റെ ഒരു തനത് വിഭവമാണ്. നമ്മൾ മേടമാസത്തിലെ വിഷു ആകുമ്പോഴേക്കും നമ്മളെ കൊയ്ത്തുകളൊക്കെ കഴിയും. കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടാവണ അതിൻ്റേതായ ഒരു ഇതാണ് നമുക്ക് ഈ വിഷുക്കട്ട ഉണ്ടാക്കൽ. പിന്നെ നമ്മൾ പൂർവികന്മാരായിട്ട് ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളൊരു സാധനമാണത്. അതിന്നും നിലനിർത്തി പോരുന്നുണ്ട് എല്ലാവരും. എല്ലാ വീടുകളിലും തൃശ്ശൂരാണിത് കൂടുതലും ഉണ്ടാക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇതില്ല. അരക്കിലോ ഉണങ്ങല്ലരിക്ക് 3 നാളികേരപ്പാൽ വേണം. പിന്നെ 1ാമത്തെ പാല് മാറ്റി വെച്ച് 2ാമത്തെ പാല് മാറ്റി വയ്ക്കും. 3ാമത്തെ പാലിലാണ് നമ്മൾ അരി വയ്ക്കുക. അതിലുള്ളി, ജീരകം ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു വേവാകുമ്പോൾ നമ്മൾ ഇലയിൽ പരത്തും.
ഇതിപ്പോൾ നമ്മൾ ശർക്കരയും നല്ല ജീരകവും ചുക്കുപൊടിയും കൂടിയിട്ട് പാവ് ഇത് കൂട്ടിയിട്ടാണ് ചിലർ കഴിക്കുക. ഇത് കൂടി ചിലർ പുളിഞ്ചി കൂട്ടിയിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്, ചിലർ ഇത് പാവ് കൂട്ടിയിട്ട് കഴിക്കും. ജീരകം, ഉള്ളി ഇതൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുക. 3 പാലുകൾ എടുക്കണം. ആദ്യത്തെ പാല് ഒഴിച്ചിട്ടാണ് നമ്മൾ അരി വെക്കണത്. പിന്നെ 3 നാളികേരം വേണം. ആ നാളികേരത്തിൻ്റെ പാലുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2ാം പാൽ ഒഴിക്കും ഒരുവിധം രവാറാവുമ്പോൾ. അത് കഴിഞ്ഞ് അവസാനത്തെ പാലൊഴിച്ച് നല്ലോണം വറ്റി കഴിഞ്ഞാൽ ഇലയിൽ പരത്താം. അതിന് മുറിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. അരി വേവണേൻ്റെ മുന്നിടണം, നിങ്ങളെ അരി പിടിക്കുള്ളൂ. നമ്മൾ കണി ഒരുക്കി കഴിഞ്ഞു. കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യം അടുപ്പത്ത് വയ്ക്കേണ്ടത് ഈ വിഷുക്കട്ടയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുള്ളൂ. അത് കണി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ വിളിച്ചിട്ടാണല്ലോ നമ്മൾ കണി കാണുന്നത്. കണി കണ്ട് അപ്പോൾ തന്നെ നമ്മളിത് വയ്ക്കും. വിഷുക്കട്ടയ്ക്കുള്ള കാര്യങ്ങൾ നോക്കും. കുഴത്ത് കഴിഞ്ഞിട്ടുള്ള ആ നെല്ല് കൊണ്ടാണ് നമ്മൾ ഇത് വയ്ക്കുള്ള. മറ്റുള്ള അരികൾ കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനാണല്ലോ ഇപ്പോൾ വിഷു കഴിഞ്ഞ് തുടങ്ങുമ്പോൾ ഇത് വയ്ക്കണത്. കൊയ്ത്ത് കഴിഞ്ഞ് ആ കിട്ടുന്ന നെല്ല് കൊണ്ടാണ് നമ്മൾ വിഷുക്കട്ട വയ്ക്കുക. നമ്മൾ ഈ സാധനം വിഷുക്കട്ട ഉണ്ടാക്കുമ്പോൾ പാലൊഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നിങ്ങളാണ് അതിൻ്റെ വേവും ശരിക്കും ഇങ്ങനെ അറിയുള്ളൂ. നമ്മൾ വിഷുക്കട്ടയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അതിന് വാഴയിലേക്ക് ഇടുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് പരത്തി കഷ്ണങ്ങളാക്കണം. നമ്മൾ പ്രാതലായിട്ട് നമ്മൾ വിഷുവിൻ്റെ അന്ന് കഴിക്കുക ആദ്യം ഈ വിഷുക്കട്ടയാണ്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാവും. പിന്നെ ആരെങ്കിലും വിരുന്ന് വരുമ്പോൾ അവർക്ക് കൊടുക്കും. ഇത് തൃശ്ശൂരിൻ്റെ തനതായ ഒരു വിഭവം തന്നെയാണ്. വാഴയിലേക്കൊരു പ്രത്യേക ഒരു മണം ഉണ്ടാവും ഇത് പരത്തി കഴിഞ്ഞാൽ. അപ്പോൾ ആൾക്കാർക്ക് കഴിക്കുമ്പോഴും വാഴയില ഒരു മണം വരുമ്പോൾ ഇതൊരു പ്രത്യേക സ്വാദാണ്. വാഴയില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലത്തെ ഓരോ കാര്യങ്ങൾക്കും നല്ലത് തന്നെയാണ്. പ്ലാവില പോലെ തന്നെയാണ് വാഴയില. നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതാണ് ആദ്യം കൊടുക്കുക. കാരണം ഇതെല്ലാ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കില്ല. ഈ വിഷുവിന് മാത്രമല്ല, മറ്റുള്ള പലഹാരങ്ങളെന്ന് പറയണത് എന്നും നമ്മൾ ഉണ്ടാക്കണതല്ലേ. ഇത് നമുക്ക് അത്രയ്ക്കും പ്രാധാന്യമുള്ളൊരു സാധനമാണ്. അതേത് വീട്ടിലായാലും ഈ സാധനം ഉണ്ടാക്കണം. ആൾക്കാരൊക്കെ വരുമ്പോൾ ഇത് കൊടുക്കും. വേറെ പലഹാരങ്ങളൊന്നും നമ്മൾ കൊടുക്കില്ല അന്ന്. അതാണ് മെയിൻ പലഹാരം ഇത് തന്നെയാണ്. വിഷുവിന് ഇത് തന്നെ ഉണ്ടാവുള്ളൂ. ഇത് തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകതയും. അതാണ് തൃശ്ശൂരിന്റെ സ്വന്തം വിഷുക്കട്ട. വിഷു സ്പെഷ്യൽ. തൃശ്ശൂരിലെ ഏത് വീട്ടിൽ പോയാലും ഇന്നത്തെ ദിവസം വിഷുക്കട്ട കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് ബാക്കി പടക്കം പൊട്ടിക്കലാണ്. തെക്കൻ കേരളത്തിൽ ദീപാവലിക്കൊക്കെ പടക്കം പൊട്ടിക്കുന്നത് പോലെയാണ് വിഷുവിന് വടക്കൻ കേരളത്തിൽ അങ്ങോട്ട് ഫുൾ പടക്കം പൊട്ടിക്കലാണ്. മത്താപ്പും കമ്പിത്തിരിയും പടക്കം പൊട്ടിക്കലും ഒന്നും ഇല്ലാതെ എന്ത് വിഷു ആഘോഷം എന്നാണ് അവർ ചോദിക്കുക. പടക്ക കടകളിലൊക്കെ കച്ചവടം പൊടിക്കുകയാണ്. പടക്ക നിർമ്മാണ കേന്ദ്രങ്ങളിലും തിരക്കോട് തിരക്ക്. പടക്ക നിർമ്മാണം കുടിൽ വ്യവസായമാക്കിയ തിരുവനന്തപുരത്തെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഇനി ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിഷുവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് കൂടുതലായി നടക്കുന്നത് വടക്കൻ കേരളത്തിലാണെങ്കിലും വിഷുവുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമുള്ള തിരുവനന്തപുരം നന്ദിയോടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് വടക്കൻ കേരളത്തിലെ മിക്ക ജില്ലകളിലേക്കും കരിമരുന്ന് പ്രയോഗത്തിന് വേണ്ടി വെടിക്കോപ്പുകൾ, അതായത് ഈ ചെറിയ പടക്കങ്ങൾ, മാലപ്പടക്കങ്ങൾ, മറ്റ് കരിമരുന്നുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു നിർമ്മാണശാലയിലാണ് ഞങ്ങളുള്ളത്. ഇത് നന്ദിയോട് എന്ന സ്ഥലത്താണ്. ഏതാണ്ട് 10-15 വർഷത്തിലധികമായി
ഇവിടെ ബന്ധുക്കൾ ചേർന്ന്, അതായത് ഒരു കുടുംബം അവരുടെ ബന്ധുക്കൾ എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് ഈ പടക്കം അതിന്റെ മറ്റ് നിർമ്മാണം ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാണശാലയാണിത്. ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. വിഷുവിന് എങ്ങനെയുണ്ട് കച്ചവടം? ഉണ്ട്. ഉണ്ട്. മറുവശത്ത് ഈ പടക്കം, അതായത് ഇവർ ഈ ഇതിന്റെ മാല ഇങ്ങനെ ഈ കയറിൽ തീർത്തുകൊണ്ടിരിക്കുകയാണ്. പടക്കം ഉണ്ടാക്കി അതിൽ വെച്ച് അത് ഈ ക്ഷേത്രങ്ങളിലേക്ക് ഉത്സവങ്ങളും മറ്റുമായി ബന്ധപ്പെട്ടാണ് അത് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിൽ ഏറ്റവും പ്രായമുള്ള ഒരു അമ്മയുണ്ട്. അമ്മ ഞങ്ങൾ വന്ന സമയം മുതൽ ഒന്നും മിണ്ടാതെ ഈ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാ പേര്? ശാന്ത. ഇത് എത്ര വർഷമായി? ഈ 10 വർഷമാവും. എത്ര പടക്കം ഉണ്ടാക്കും ഇങ്ങനെ? എത്ര എണ്ണം സാധാരണ ഒരു ദിവസം? ഒരു ദിവസം 1500, 2000 കിട്ടണവരുണ്ട്, 2500 കിട്ടണവരുണ്ട്. അങ്ങനെ പല കണക്കിനും കിട്ടും. ഇത് ചെറിയ സമോസ കൂട്ടിയിട്ടേക്കുന്നവരുണ്ട്. ഓക്കെ. അപ്പൊ ഇത് എങ്ങോട്ടുള്ള ഇപ്പൊ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇത് വിഷുവായി ബന്ധപ്പെട്ടുള്ളതല്ലേ? അപ്പൊ ഈ വിഷുവിനോടനുബന്ധിച്ച് എന്തെങ്കിലും വ്യത്യസ്തമായ സംഭവം ഉണ്ട് ഈ പടക്കങ്ങളല്ലാതെ? മാലകൾ നമ്മൾ അമ്പലങ്ങളില് വന്ന് വാങ്ങിക്കും, നമ്മൾ കയറ്റി അയക്കും. മീഡിയം തൃശ്ശൂര് ഇങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ കയറ്റി അയക്കും, കൊണ്ടു കൊടുക്കും, ചേട്ടൻ കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ കയറ്റിയൊക്കെ അയക്കും. പരമാവധി ഒരു സ്ഥലത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതിന് ഒരു നിയമപരമായിട്ട് ഒരു ലിമിറ്റ് 15 കിലോയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 15 കിലോ. ആ 15 കിലോയെ ഒറ്റ അങ്ങനെയല്ല, അങ്ങനെ വീഴില്ല. നമ്മൾ കൂടി പറഞ്ഞ എത്ര ഒരു 2 കിലോ അത്രയൊക്കെ വരുള്ളൂ. ഒരു സ്ഥലത്ത് 2 കിലോ വെക്കത്തുള്ളായിരിക്കും അല്ലേ? ഓക്കെ. നമ്മളെ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് വിൽക്കുന്ന ഏതൊക്കെയാണ്? ഈ ഓലപ്പടക്കം, പിന്നെ മീഡിയം ഓലപ്പടക്ക്, പിന്നെ വർണ്ണങ്ങള്. വർണ്ണങ്ങളോ? ഈ എത്ര ജീവനക്കാരാ ഇവിടെ ഉള്ളത്? ഇവിടെ മൊത്തം എല്ലാരും കൂടെ നോക്കിയാൽ 10-17 പേരുണ്ട്. ഓക്കെ. നമ്മളപ്പോ ഈ വിഷുവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എന്താണ് എന്തായാലും വേറെ വർണ്ണങ്ങള്? നമ്മള് ഇതുണ്ടാക്കും, ചിക്കൂട്ട് ഉണ്ടാക്കും, പൂക്കുറ്റി ഉണ്ടാക്കും, ഷോട്ട് ഉണ്ടാക്കും. അങ്ങനെ. അപ്പൊ ഇത് നമ്മുടെ നാട്ടില് തിരുവനന്തപുരത്ത് കുറവാണല്ലേ ഈ വിഷുവുമായി ബന്ധപ്പെട്ട? തിരുവനന്തപുരത്ത് കുറവാണ്. കോട്ടയത്തും കുറവേ തന്നെ. അവിടെ നിന്ന് അങ്ങോട്ട് തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ. കച്ചവടം കൂടുതൽ തൃശ്ശൂരിലോട്ടാണ്. ഓക്കെ. ഓക്കെ. അപ്പൊ ഏതെന്തായാലും ആ കുറവ് തലസ്ഥാനവാസികളെ നികത്തുമെന്ന് പ്രതീക്ഷിക്കുക. എന്തായാലും ഇവിടെ ഇതിന്റെ നിർമ്മാണം ഇങ്ങനെ പൊടി പൊടിക്കുകയാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്തുകാർക്ക് അറിയില്ലായിരിക്കാം, നന്ദിയോടേക്ക് എത്തിക്കഴിഞ്ഞാൽ വിലക്കുറവിൽ നമുക്ക് സാധാരണയായി ആഘോഷങ്ങൾക്ക് നമ്മൾ വലിയ വില കൊടുത്ത് ഇങ്ങനെ ഈ വെടിമരുന്ന് പ്രയോഗത്തിന് വേണ്ടി ഈ വർണ്ണങ്ങളൊക്കെ വാങ്ങാറുണ്ട്. പക്ഷെ നന്ദിയോട് എത്തിക്കഴിഞ്ഞ് ഇച്ചിരി കാടിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇവിടേക്ക് എത്താം. അവിടെ ഒരു റീസണബിൾ റേറ്റിൽ നമുക്ക് ഈ വർണ്ണങ്ങളും ഈ ഓലപ്പടക്കങ്ങളും മാലപ്പടക്കങ്ങളും ഒക്കെ കിട്ടുമെന്നതാണ് പ്രത്യേകത. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇനി അടുത്തത് ഒരു സംഗീത വിശേഷത്തിലേക്കാണ്. സ്വന്തമായി നിർമ്മിച്ച സംഗീത ഉപകരണങ്ങൾ കൊണ്ട് സംഗീത വേദി കീഴടക്കുന്നവരെ നമുക്ക് അധികം പരിചയമില്ല. എന്നാൽ സംഗീതജ്ഞനായ ശശികുമാർ ഇതിൽ നിന്ന് വ്യത്യസ്തനാണ്. പരമ്പരാഗതമായ തമ്പുരുവിൽ നിന്ന് മാറി ഗായത്രി തമ്പുരു നിർമ്മിച്ച് യേശുദാസ് ഉൾപ്പെടെയുള്ളവർക്കൊപ്പം വേദി പങ്കിട്ട കലാകാരനാണ് ഈ കോട്ടയംകാരൻ. സംഗീത കച്ചേരി അവതരിപ്പിക്കാൻ 1994 KSRTC ബസ്സിൽ കയറിയ കുമ്മനം ശശികുമാറിനെ തമ്പുരുവിന്റെ വലിപ്പം കാരണം ഇറക്കിവിട്ടു. അവിടെ പുതിയൊരു തമ്പുരു രൂപം കൊള്ളുകയായിരുന്നു. ഭാരം കൊണ്ടും വലിപ്പം കൊണ്ടും ചെറിയ ഗായത്രി തമ്പുരു. പിന്നാലെ യേശുദാസ് ഉൾപ്പെടെയുള്ളവർക്കൊപ്പം ഗായത്രി തമ്പുരുവുമായി ശശികുമാർ വേദിയിലെത്തി. നെത്തല്ലൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ KSRTC ബസ്സിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു അനുഭവവും ഇതെല്ലാം കൂടെ കൂടിയപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ മേല എന്ന് ഉണ്ടാകുകയും അങ്ങനെ ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. ശ്രുതിപ്പെട്ടികൾ വേദി കീഴടക്കിയ കാലത്തും ഗായത്രി തമ്പുരുവിനെ ശശികുമാർ കൈവിട്ടില്ല. ഇപ്പോഴും വിദേശങ്ങളിലടക്കമുള്ള ആവശ്യക്കാർക്ക് നിർമ്മിച്ചു നൽകുന്നു. ഇതിൻ്റെ ഓരോ പാർട്സും നമ്മൾ കാർഡ്ബോർഡിൽ വെട്ടി അത് ഷേപ്പാക്കി അതേപടി തന്നെ ഈ തമ്പുരു ആശാരിക്ക് കൊടുക്കുക. അവർ നല്ല ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്ത് ഓരോ പീസുകളും നമ്മളിങ്ങനെ ചേർത്ത് വെക്കുന്നു. അത് സാധാരണ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല. അത് സമർത്ഥനായ ഒരു മരപ്പണിക്കാരന് അത് ചെയ്യാനായിട്ട് സാധിക്കും.
കലോത്സവങ്ങളിൽ ശാസ്ത്രീയ സംഗീതത്തിൽ 1-ാം സ്ഥാനത്തെത്തിയിരുന്നവർക്ക് ഒരു കാലത്ത് ഗായത്രി തമ്പുരു ശശികുമാർ സമ്മാനമായി നൽകിയിരുന്നു. കലോത്സവ മാനുവൽ പരിഷ്കരിച്ചതോടെ സ്വകാര്യ വ്യക്തികളുടെ സമ്മാനങ്ങൾ നൽകാൻ പറ്റാതെയായി. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. വീണ്ടും ഒരു വിഷു വിശേഷത്തിലേക്ക്. കാർഷികോത്സവമായ വിഷുവിന്റെ ഭാഗമായി പാലക്കാട് തൃത്താലയിൽ കാർഷിക കാർണിവൽ സംഘടിപ്പിച്ചു. തൃത്താല നിയോജക മണ്ഡലത്തിലെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് 3 ദിവസങ്ങൾ നീണ്ട കാർഷിക കാർണിവൽ സംഘടിപ്പിച്ചത്. തൃത്താല നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് കാർഷിക കാർണിവൽ തൃത്താലയിൽ സംഘടിപ്പിച്ചത്. വിഷുവിനോടനുബന്ധിച്ച് മണ്ഡലത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും കാർഷിക മേഖലയിലെ ഉന്നമനവും ലക്ഷ്യമാക്കി നാഗലശ്ശേരി വാഴക്കാട് പാടശേഖരത്തിൽ 3 ദിവസങ്ങളിലായാണ് കാർഷിക കാർണിവൽ ആഘോഷിച്ചത്. മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണം, ഒപ്പം കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന 3 പ്രധാന ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഈ പദ്ധതി നടപ്പാക്കിയത്. വിളവെടുപ്പ് മഹോത്സവം, ഉൽപ്പന്നങ്ങളുടെ വിപണനമേള, നാടൻ കലാരൂപങ്ങളുടെ അവതരണം, നാടൻ ഭക്ഷ്യവിഭവമേള, മത്സ്യവിപണനമേള, സാംസ്കാരിക ഘോഷയാത്ര എന്നീ വൈവിധ്യങ്ങളായ പരിപാടികളാണ് നടന്നത്. നാടൻ ഭക്ഷ്യവിഭവങ്ങളുടെ മേളയും ലൈവ് ഫിഷ് വിപണനമേളയും കാർണിവലിന്റെ മുഖ്യ ആകർഷണമായി. കൃഷിവകുപ്പ്, ആത്മ, മത്സ്യബന്ധന വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷീരവികസന വകുപ്പ്, കുടുംബശ്രീ, മണ്ണ് പര്യവേഷണ വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളും ഏജൻസികളും കാർഷിക മേളയിൽ പങ്കാളികളായി. ന്യൂസ് 18 പാലക്കാട്. നഗരങ്ങളിൽ ഓണം പോലെ തന്നെ വിഷുവിനും സദ്യവട്ടങ്ങൾക്കായി കൂടുതൽ പേരും ആശ്രയിക്കുന്നത് കാറ്ററിംഗ് മേഖലയാണ്. 4 പേരുടെ ഫാമിലി പാക്കിനാണ് ആവശ്യക്കാർ കൂടുതൽ. 1000 രൂപയാണ് ഒരു ഫാമിലി പാക്കിന്റെ ശരാശരി വില. സദ്യവട്ടങ്ങൾ ഒരുക്കി വർത്തമാനം പറഞ്ഞിരിക്കുന്നത് ഒരു പഴയ ശീലമായി. വർഷത്തിലൊരിക്കലുള്ള ആഘോഷമാണ്. അതിനെ ഇനി അടുക്കളയിൽ കളയാൻ സമയമില്ല. എല്ലാം വീട്ടുമുറ്റത്ത് എത്തുന്ന കാലത്തിലേക്ക് നഗരം കൺതുറന്നിട്ട് കാലങ്ങളായി. കാറ്ററിംഗ് മേഖല ആദ്യം കൈയടക്കിയത് ഓണസദ്യയാണ്. ഇപ്പോൾ വിഷുവിനെയും ഏറ്റെടുത്തു കഴിഞ്ഞു. എറണാകുളം NSS കരയോഗം 3000-ഓളം സദ്യയാണ് ഇക്കുറി ഒരുക്കുന്നത്. 4 പേരുടെ പാക്കിന് 1500 രൂപ. ഒന്നാമത് ഓരോരുത്തരുടെ വീടുകളിൽ ആളുകൾ വളരെ കുറവാണ്. വീട്ടിൽ 2 പേരും 3 പേരൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ലത് TDM കോളേജിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 4 പേരുടെ കിറ്റാണ്. അപ്പോൾ 4 പേർക്ക് വളരെ സുഖമായിട്ട് ഭക്ഷണം, എല്ലാ കൂട്ടവും കറികളും അതിൻ്റെ കൂടെ ഉണ്ടാവും. ഉപ്പേരി വറുത്തതും എല്ലാം അതിൻ്റെ കൂടെ ഉണ്ടാവും. എല്ലാവിധ സദ്യവട്ടങ്ങളും വീട്ടിലൊരുക്കാൻ കഴിയില്ല. ആ നിലയ്ക്ക് കാറ്ററിംഗിനെ ആശ്രയിക്കുന്നത് ലാഭകരമാണെന്നാണ് പലരും പറയുന്നത്. വിഭവങ്ങളുടെ എണ്ണമനുസരിച്ചാണ് വില നിശ്ചയിക്കുന്നത്. വില എന്തായാലും നഗരത്തിലെ ആഘോഷങ്ങൾക്ക് കാറ്ററിംഗ് മേഖല ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി കഴിഞ്ഞു. ന്യൂസ് 18 കൊച്ചി. സങ്കല്പങ്ങളുടെ സമൃദ്ധിയാണ് വിഷു. കണി കണ്ട ഒരു വർഷത്തെ മുഴുവൻ സമൃദ്ധി ഏറ്റുവാങ്ങുകയാണ് നമ്മൾ. വിഷു തലേന്ന് എന്ന അക്കിത്തം കവിത സങ്കല്പങ്ങളുടെ കൂടി സാക്ഷാത്കാരമാണ്. നമുക്കത് കേൾക്കാം. പിന്നെ ഞാൻ പൂങ്കുല പൊട്ടിച്ചിറങ്ങി മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ പെട്ടെന്നു മനസ്സെന്തിനിരുളുന്നു, പൊട്ടിക്കരയുവാൻ വെമ്പുന്നു. ഞാനറുത്തീടിന പൂങ്കുല വർഷിക്കും ആനന്ദവായി പിൻതിളക്കത്തിൽ ഉച്ചസ്ഥനർക്കനുദിക്കുന്നതിന് മുൻപ് മച്ചിലെൻ വീട്ടിലെ സങ്കൽപ്പം. നാളെ കണി കണ്ടു പൂത്തിരി കത്തിച്ചു നാഗീയ സൗഖ്യം നുണയ്ക്കുമ്പോൾ ഉജ്ജ്വലാനന്ദമേ നീ പ്രപഞ്ചത്തിലുണ്ടായിരിക്കുകയില്ലത്രേ. നീയപ്പൊരുളിനറിവീലതല്ലി നിൻ നിഷ്കള നിർവൃതിക്കാധാരം. കൊന്ന മലരുമായി വീടിൻ്റെ പൂമുഖത്തൊന്നു മോതാതെ ഞാൻ ലാത്തുന്നു.
ആവില്ല നൈമിഷികത്വമേ നിൻ പാട്ടിലാകെ മുങ്ങാൻ എനിക്കെന്നെന്നും ആകെ മുങ്ങാൻ എനിക്കെന്നെന്നും. മറ്റു വാർത്തകൾ നോക്കാം. കാസർഗോഡ് പിലിക്കോട്ടെ ശ്രീ രായരമംഗലം ഭഗവതി ക്ഷേത്ര നാലമ്പലത്തിൽ വിഷുക്കണി ദർശനത്തിൽ നിന്നും ജനകീയ സമിതി പിന്മാറി. പ്രദേശത്തെ സംഘർഷ സാധ്യത മനസ്സിലാക്കിയാണ് പിന്മാറ്റം. നാലമ്പലത്തിൽ പ്രവേശനത്തിന് ജാതി നിയന്ത്രണമുണ്ടായിരുന്ന ക്ഷേത്രത്തിൽ ഇന്നലെ പുരുഷന്മാരുടെ നേതൃത്വത്തിൽ നാലമ്പല ദർശനത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്ത്രീകൾ ഉൾപ്പെടെ പ്രവേശിച്ചുകൊണ്ട് വിഷുക്കണി ദർശനം നടത്താൻ നാലമ്പല പ്രവേശന ജനകീയ സമിതി തീരുമാനിച്ചത്. വിഷുദിനത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനാണ് ദർശനത്തിൽ നിന്ന് പിന്മാറിയതെന്നും വരും ദിവസങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടെ നാലമ്പല ദർശനം നടത്തുമെന്നും ജനകീയ സമിതി അറിയിച്ചു. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നിരീക്ഷണത്തിലിരുന്ന 17-കാരൻ മരിച്ച നിലയിൽ ഒബ്സർവേഷൻ ഹോമിൽ കഴിഞ്ഞ കുട്ടിയാണ് മരിച്ചത്. കണ്ണൂർ സ്വദേശിയായ 17-കാരനെയാണ് ഫാനിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കുട്ടി മുറിയിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. കാസർഗോഡ് മഞ്ചേശ്വരത്തെ ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ പ്രതി കസ്റ്റഡിയിൽ. കർണാടക സ്വദേശിയാണ് കസ്റ്റഡിയിലുള്ളത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഈ മഞ്ചേശ്വരം കൊലപാതകവുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രതി കസ്റ്റഡിയിലായിരിക്കുന്നു. അഭിഷേക് ഷെട്ടി, കർണാടക സ്വദേശി അഭിഷേക് ഷെട്ടിയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഈ കൊലപാതകത്തിൽ ഒന്നിലധികം പേരുണ്ടെന്ന് നേരത്തെ തന്നെ സൂചന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ മാത്രമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കർണാടക സ്വദേശിയായ ഇയാൾ ഈ മുഹമ്മദ് ഷെരീഫിന്റെ ഓട്ടോ വാടകയ്ക്ക് വിളിക്കുകയും കാസർഗോഡ് മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ കൊണ്ടുവന്നതിന് ശേഷം ഇയാളെ കൊലപ്പെടുത്തി ഒരു ആളൊഴിഞ്ഞ പറമ്പിലെ കൊട്ടക്കിണറ്റിൽ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് തലയ്ക്കും അതുപോലെ തന്നെ കൈക്കും വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. എന്തായാലും കർണാടകയെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദം കേരള പോലീസിന് മുകളിൽ ഉണ്ടായിരുന്നു. കർണാടക സ്വദേശിയാണ് കൊല്ലപ്പെട്ട ഈ മുഹമ്മദ് ഷെരീഫ്, ഓട്ടോ ഡ്രൈവറായ മുഹമ്മദ് ഷെരീഫ്. അതുകൊണ്ട് തന്നെ കർണാടകയിൽ നിന്ന് ഇത്തരത്തിൽ വാടകയ്ക്ക് വിളിച്ചുകൊണ്ടുവന്ന് കാസർഗോഡേക്ക് എത്തിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതൊരു ചൂതാട്ട കേന്ദ്രം കൂടിയാണ്. ഈ ചൂതാട്ട കേന്ദ്രത്തിൽ വെച്ചാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് എന്നതും അതിൽ ഏറ്റവും പ്രധാനമാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ ചൂതാട്ട സംഘങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു. ഇന്നലെ പോലീസ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇയാളുടെ ഓട്ടോ ഈ കിണറിന് സമീപത്തായി ചെരിഞ്ഞ നിലയിൽ കണ്ടത് സംശയം തുടർന്ന് തെരഞ്ഞപ്പോഴാണ് ഈ കിണറ്റിനകത്ത് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ഈ മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് ഇത് കൊലപാതകമാണെന്ന് ഒരു സൂചന ലഭിക്കുകയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി തലക്കേറ്റ ആഴത്തിലുള്ള വെട്ട്, അതാണ് ഈ മരണകാരണം എന്ന് പറയുന്നത്. ഏതായാലും ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ഓട്ടോ വാടകയ്ക്ക് വിളിച്ചത് 3 പേരായിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരാളാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ളത്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ശ്രീജ, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. UDF-ൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന പ്രചാരണങ്ങൾ ആരും വിശ്വസിക്കേണ്ടെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം കൺവെൻഷനിൽ പങ്കെടുത്ത PV അൻവർ നിലമ്പൂരിൽ UDF-ന് തന്നെയാകും വിജയമെന്ന് ആവർത്തിച്ചു. ഉപതെരഞ്ഞെടുപ്പ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളെല്ലാം UDF-ൽ സജീവമാണ്. ഇതിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് നിലമ്പൂരിൽ രാഷ്ട്രീയ ജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. PV അൻവറും ആരടൻ ഷൗക്കത്തും VS ജോയിയുമെല്ലാം സന്നിഹിതരായ വേദിയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുത്തു പറഞ്ഞത് UDF-ന്റെ ഐക്യത്തെക്കുറിച്ച്. പക്ഷേ അങ്ങനെ ആരും മനപ്പായസം ഉണ്ണേണ്ടതില്ല. ഐക്യജനാധിപത്യം ശക്തമായിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന ലോക്സഭ, നിയമസഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഐക്യജനാധിപത്യ മുന്നണി ആ ഐക്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ വിജയത്തിലേക്ക് എത്തും. PV അൻവർ പുറത്തേക്ക് പോകുന്നതുപോലെ ഇനിയും ഇടതുമുന്നണിയിലെ MLA-മാരുടെ എണ്ണം കുറയുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പാലക്കാട് ഞങ്ങൾ ഇതേപോലെ ഒരു കൺവെൻഷനും പര്യടനവുമായി വന്നപ്പോൾ ഉറപ്പിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഫലിച്ചിട്ടുണ്ട് എങ്കിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ഇവിടെ UDF ജയിച്ചിട്ടുണ്ട്. മറ്റൊന്നും LDF ജയിച്ചിട്ടില്ല. ജയിച്ച നേരക്കാരെ തന്നെ നന്ന കുറച്ച് വോട്ടിനാണ് ജയിച്ചത്.
അതുകൊണ്ട് ഒരിക്കൽ ചക്ക ഇട്ടപ്പോൾ മുയൽ കിട്ടി വിചാരിച്ച് എപ്പോഴും അധികാരം കിട്ടുമെന്ന് മോഹിച്ചുകൊണ്ടിരിക്കണ്ട. ഈ തവണ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അൻവറിന് വരെ അവിടെ നിൽക്കാൻ കഴിയുമെങ്കിൽ ഇനി നിങ്ങളുടെ MLA-മാരുടെ എണ്ണം ഇനിയും കുറയും, യാതൊരു സംശയവും വേണ്ട. ഇടതുപക്ഷ പ്രവർത്തകരായിരിക്കും ഇത്തവണ UDF-ന് വോട്ട് ചെയ്യുകയെന്ന് പറഞ്ഞ PV അൻവർ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള പോരാട്ടമായിരിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. വളരെ കൃത്യമായ ധാരണ RSSുമായും BJP-യുമായും ഉണ്ടാക്കി വെച്ച് താഴേക്ക് വരികയാണ്. പാർട്ടിയുടെ സെക്രട്ടറിയും കൂടി അതിൽ പൂർണ്ണമായി ചേർന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. പാർട്ടിക്കുണ്ടാക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിറം BJP-യുടെ വർണ്ണമാണ്. പത്രക്കാരായ പലരും ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു മാറ്റം? അത് നിങ്ങൾക്കറിയില്ലേ? ചുവപ്പ് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന കളറാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാണ് LDF-ന്റെ ആലോചന. ന്യൂസ് 18 മലപ്പുറം. PV അൻവറിനെ ഒപ്പം നിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരിക്കും നിലമ്പൂരിൽ നടത്തുകയെന്ന് രമേശ് ചെന്നിത്തല. അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ച ചർച്ച സമയമാകുമ്പോൾ നടക്കുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF ഇത്തവണ നിലമ്പൂർ സീറ്റ് പിടിച്ചെടുക്കും. കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥലമാണ്. ഇത്തവണ UDF-ന്റെ വിജയം സുനിശ്ചിതമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വൈകാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. കോൺഗ്രസ് ഒറ്റക്കെട്ടായി UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും. വൻ വിജയം ഞങ്ങൾ നേരിടും. അൻവർ UDF-ന് പിന്തുണ നൽകിയ ആളാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവും കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF മത്സരിക്കാൻ പോകും. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടും. അല്ല, അത് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനുണ്ടാവും. അത് ഇതുവരെ ചർച്ചകളായിട്ടില്ല. അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ ചർച്ചകളിലൂടെ തീരുമാനിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചകളിലൂടെ തീരുമാനിക്കേണ്ട വിഷയം. മറ്റു വാർത്തകളിലേക്ക്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു. കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തീരങ്ങളിൽ ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകും. കടലാക്രമണത്തിന് സാധ്യത മുന്നിൽ കണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അവധി ദിവസമാണ്. ബീച്ചിലേക്കൊക്കെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പകരച്ചുങ്കം പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് US-നോട് ആവശ്യപ്പെട്ട് ചൈന. സ്മാർട്ട് ഫോണുകൾ അടക്കമുള്ളവയ്ക്ക് മേലുള്ള പകരച്ചുങ്കം US പിൻവലിച്ചതിന് പിന്നാലെയാണ് ചൈനയുടെ ആവശ്യം. 145% ഇറക്കുമതി ചുങ്കമാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരിക്കുന്നത്. തെറ്റ് തിരുത്താൻ അമേരിക്ക തയ്യാറാകണമെന്നും ചൈന ആവശ്യപ്പെട്ടു. തെറ്റായ രീതികൾ തിരുത്തി പരസ്പര ബഹുമാനത്തിന്റെ വഴിയിലേക്ക് US മടങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നതായി ചൈനീസ് വാണിജ്യ മന്ത്രാലയ വക്താവ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഗുജറാത്ത് തീരത്ത് വൻ ലഹരിവേട്ട. 1800 കോടി വില മതിക്കുന്ന ലഹരിമരുന്നാണ് പിടികൂടിയത്. കോസ്റ്റ് ഗാർഡും തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് 300 കിലോ ലഹരി വസ്തുക്കൾ പിടികൂടിയത്. കടലിൽ നിന്ന് പിടികൂടിയ ചരക്ക് കൂടുതൽ അന്വേഷണത്തിനായി തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക് കൈമാറിയതായി കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. കോടികളുടെ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട രത്ന വ്യവസായി മെഹുൽ ചോക്സി അറസ്റ്റിൽ. ഇന്ത്യയുടെ നിർദ്ദേശാനുസരണം ബെൽജിയം സർക്കാരാണ് അറസ്റ്റ് ചെയ്തത്. CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മെഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്നും ഇന്ത്യയിലേക്ക് അയക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. 2018 ജനുവരിയിലാണ് ചോക്സി ഇന്ത്യയിൽ നിന്ന് കടന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് പുറത്തു വരുന്നതിന് തൊട്ടു മുൻപായിരുന്നു രാജ്യം വിടൽ. 13,500 കോടിയുടെ ബാങ്ക് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയാണ് മെഹുൽ ചോക്സിയും നീരവ് മോദിയും. KUWJ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേസരി SL ശ്യാം ക്രിക്കറ്റ് ടൂർണമെന്റിൽ ന്യൂസ് 18 കേരളം ചാമ്പ്യന്മാർ. വനിതാ വിഭാഗത്തിൽ asianetnews.com വിജയികളായി. ന്യൂസ് 18 കേരളം വനിതാ ടീം ഫെയർ പ്ലേ അവാർഡ് നേടി. 18 മാധ്യമ സ്ഥാപനങ്ങളുടെ ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ മാതൃഭൂമി ന്യൂസും ന്യൂസ് 18 കേരളവുമാണ് ഫൈനലിൽ എത്തിയത്. 6 വിക്കറ്റിനായിരുന്നു ന്യൂസ് 18 കേരളത്തിന്റെ വിജയം.
വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് 18 കേരളം ക്യാപ്റ്റൻ വി അരുൺ കേസരി SL ശ്യാം ചാമ്പ്യൻസ് ട്രോഫി ഏറ്റുവാങ്ങി. ആറ് ടീമുകൾ പങ്കെടുത്ത വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ asianetnews.com ചാമ്പ്യന്മാരായി. ബൗക്കോ CMD ഹർഷിത അട്ടല്ലൂരിയാണ് വനിതാ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തത്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് മാതൃഭൂമി ന്യൂസിലെ ഹരികൃഷ്ണൻ, ബെസ്റ്റ് ബാറ്റർ ദേശാഭിമാനിയിലെ അഖിൽ, ബെസ്റ്റ് ബൗളർ ന്യൂസ് 18 ടീമിലെ വി അനൂപ്, ബെസ്റ്റ് ഫീൽഡർ ന്യൂസ് 18 ടീമിലെ CP ദീപു എന്നിവരാണ്. ലഹരിക്കെതിരെ കായിക ലഹരി എന്ന സന്ദേശവുമായിട്ടാണ് പുരുഷ വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തിയതെന്ന് KUWJ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഷില്ലർ സ്റ്റീഫനും സെക്രട്ടറി അനുപമ ജി നായരും പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം.